നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ സർക്കാർ ഇതര സംവിധാനങ്ങളിൽ ഏറ്റവും ശേഷിയുള്ള, അതായത് ഏത് രാജ്യത്തോട് വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഒരു സംഘമാണ് ഹിസ്ബുള്ള എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അത്രമാത്രം ആയുധങ്ങൾ അവരുടെ പക്കലുണ്ട്. എത്ര വലിയ രാജ്യവുമായി വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ശേഷി ഹിസ്ബുള്ളയ്ക്കുണ്ട്. എത്ര നീണ്ടുപോയാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. അവരെ പിന്തുണയ്ക്കാൻ ഇവിടെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. ഇസ്രായേലിലെ തുറമുഖങ്ങളും അതുപോലെ തന്നെ വിമാനത്താവളങ്ങളും ഒട്ടും സുരക്ഷിതമല്ല എന്ന വാർത്ത കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന ഒരു കമാൻഡറെ ഇസ്രായേൽ വകവരുത്തിയിരുന്നു. എന്നാൽ അത്തരത്തിലൊരു ആക്രമണം ഹിസ്ബുള്ളയ്ക്ക് നേരെ ഉണ്ടായപ്പോൾ അവരൊട്ടും പതറാതെ ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 200ഓളം റോക്കറ്റുകൾ ഉപയോഗിച്ച് വടക്കൻ ഇസ്രായേലിലെ ഒരു ആർമി ബേസിന് നേരെ തന്നെ അവർ ആക്രമണം നടത്തിയിരിക്കുന്നു. നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്നു, നിരവധി പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വളരെ ശക്തമായ പ്രത്യാക്രമണം, ഒട്ടും സമയം കളയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങോട്ടടിച്ചാൽ അടുത്ത നിമിഷം തന്നെ തിരിച്ചടി. ഇനി അടിച്ചില്ലെങ്കിലും എന്നും ഇസ്രായേലിനെ അടിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഇപ്പോൾ ഹിസ്ബുള്ള അവരുടെ ഏറ്റവും പുതിയ തന്ത്രം. ഇസ്രായേലിനെ തകർത്ത് കളയുക. എന്നാൽ ഇവിടെ ഹിസ്ബുള്ളക്കെതിരെ യുദ്ധത്തിന് മുതിർന്നാൽ, നേർക്കുനേർ യുദ്ധത്തിന് മുതിർന്നാൽ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകില്ല, തുടച്ചു നീക്കുമെന്നുള്ള ഒരു ഭീഷണി ഇറാനും ഉയർത്തുന്നു. യുദ്ധമുണ്ടാകും എന്നുള്ള വാർത്തകൾ പരക്കെ പ്രചരിക്കുന്നതിനിടെയാണ് ഇവിടെ ഹിസ്ബുള്ളയുടെ ശക്തി വ്യക്തമാക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. മറ്റൊരു ഭാഗത്ത് ഗസയിൽ ഇസ്രായേൽ തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈനിക ട്രൂപ്പിനെ മൊത്തത്തിൽ ഹമാസ് ഇല്ലാതാക്കി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എത്ര ആളുകളാണ് മരിച്ചിരിക്കുന്നത്, എത്ര ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്ന കാര്യം ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതായത് തന്ത്രപരമായി ഒരു കെട്ടിടത്തിനകത്തേക്ക് ഇസ്രായേൽ സൈനികരെ ആകർഷിക്കുന്നു. സൈന്യം അതിനകത്തേക്ക് കടന്ന സമയത്ത് ആ കെട്ടിടത്തിന് തീയിടുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ തന്ത്രപരമായി ഇസ്രായേൽ സൈന്യത്തെ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹമാസിന്റെ പോരാളികൾ. അതുപോലെ തന്നെ ഒരു കമാൻഡർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഇസ്രായേൽ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. എവിടെ നോക്കിയാലും ഇസ്രായേലിന് തിരിച്ചടികളുടെ പൊടിപൂരമാണ്. ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. എല്ലാ ആക്രമണങ്ങളും ഇസ്രായേലിന് അകത്തേക്ക് തന്നെ ചെന്ന് പതിക്കുന്നു. ഹമാസ് ആണെങ്കിലും അതുപോലെ തന്നെ ഹിസ്ബുള്ളയാണെങ്കിലും ഹൂത്തികളാണെങ്കിലും അവർ നടത്തുന്ന ആക്രമണങ്ങൾ അവരുദ്ദേശിച്ച സ്ഥലത്ത് കുറച്ച് ദിവസങ്ങളായി അത്തരത്തിൽ അത് ലക്ഷ്യം കാണുന്നുണ്ട്. എന്നാൽ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. ഇസ്രായേലിന്റെ തിരിച്ചടി ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നു. ഹമാസിനെ ഇല്ലാതാക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഏകദേശം 9 മാസത്തോടടുക്കുകയാണ് ഈ യുദ്ധം. ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി. അവർക്ക് ശബ്ദിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇറാനെയും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന് ആവശ്യമായ സഹായങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. സൗദി അറേബ്യ ഇവിടെ ഇസ്രായേലിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു. സൗദിക്ക് മറ്റു വഴികളില്ല. ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയമാണ്. ഹൂത്തികളുമായി യുദ്ധം ചെയ്തപ്പോൾ അമേരിക്ക പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ ആ ഒരു കാര്യം സൗദിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. എന്നാൽ ഇറാൻ അത്തരത്തിൽ ചെയ്യില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിന്റെ പേരിൽ ആദ്യം തന്നെ സൗദി അറേബ്യ കൂറുമാറിയിരിക്കുന്നു. എന്തായാലും ഇറാന്റെ ചേരിയിലേക്ക് മാറിയിരിക്കുന്നു. അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു. എന്തായാലും ഇതൊക്കെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും ഒക്കെ വിജയമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ചെറിയ സംഘങ്ങളെ ഇങ്ങനെ പ്രചോദിപ്പിച്ചു നിർത്തുന്നത് ഇറാന്റെ ഇടപെടൽ തന്നെയാണ്. ഇറാൻ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ്, ഇറാൻ കൊടുക്കുന്ന ആയുധങ്ങളുടെ ഭാഗമായാണ്. ഇറാൻ കൊടുക്കുന്ന ധൈര്യം അത് ചെറുതല്ല. എന്തായാലും അറബ് രാജ്യങ്ങൾക്ക് മൊത്തം ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനെയും അമേരിക്കയെയും ഇനി പേടിക്കേണ്ടതില്ല എന്ന ഒരു ചിന്ത ശക്തമാണ്. ഇവിടെ അറബ് രാജ്യങ്ങളിൽ പുതിയതായി രൂപം കൊണ്ടിട്ടുള്ള ഇറാനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പുകൾ അവർ കുറച്ച് മാസങ്ങളായി തന്നെ ശക്തമായ പണികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ബ്രിട്ടനും അമേരിക്കയും നാണം കെട്ട് അവർ മാളത്തിൽ ഒളിച്ച ഒരു സാഹചര്യമാണ് കാണാനാകുന്നത്. ഹൂത്തികൾ പറയുന്നത് ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്നാണ്.
എന്തായാലും ഇവിടെ തിരിച്ചടികളുടെ പൊടിപൂരം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. മറ്റു സംഘങ്ങൾ അവർ കൂടുതൽ കരുത്തരാകുന്നു. എന്തായാലും ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹിസ്ബുള്ളയുടെ തിരിച്ചടി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 200ഓളം റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് വടക്കൻ ഇസ്രായേലിലെ ആർമി ബേസിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആക്രമണങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു കമാൻഡറെ വകവരുത്തിയതിന്റെ ഭാഗമായി അതിന്റെ പ്രതികാര നടപടികളാണ് ഹിസ്ബുള്ള ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഈ ആക്രമണങ്ങൾ. ഇത് അവസാനിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. എന്നാൽ ഒരു കാര്യം വളരെ കൃത്യമായി ഹിസ്ബുള്ള ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന ഹിസ്ബുള്ളയുടെ ഒരു നേതാവ് വളരെ മാന്യമായി, വളരെ മര്യാദയോടുകൂടി ഇസ്രായേലിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ, അധിനിവേശം അവസാനിപ്പിച്ചാൽ തൽക്കാലം ഞങ്ങൾ നിങ്ങളെ വിടും, എന്നേക്കുമായിട്ടല്ല, തൽക്കാലം നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കില്ല എന്ന ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് ഏത് രീതിയിലാണെന്ന് നോക്കിയതിനു ശേഷം, അത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകൂ എന്ന കാര്യമാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പഠിക്കാൻ തയ്യാറായിട്ടില്ല ഇസ്രായേൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.